ഹലോ മക്കളെ, നമ്മൾ വന്നിട്ടുള്ളത് പൊന്നാനി ഹാർബറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ നമ്മളെ ബോട്ട് ചട്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അടിപൊളി കുറേ ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ബോട്ട് തന്നെ എന്തായാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബോട്ടാണ് കേട്ടോ. നല്ല വലുതാണ്, ഒരു രക്ഷയില്ല. കാരണം ഇതിൻ്റെ അപ്പുറത്ത് ഒന്ന് ചെറുതാണുള്ളത്. എന്തായാലും നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് വലുതാണ് നമ്മൾ ആദ്യം കണ്ട ബോട്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. പരുന്തുകൾ വന്ന് പോകുന്നുണ്ട്. പരുന്തുകൾ, എനിക്ക് തോന്നുന്നത് പരുന്തുകൾ മീനെ പിടിക്കാൻ നമ്മളെ ബോട്ടിൽ അവിടെ എവിടെയൊക്കെ മീൻ കിടക്കുന്നുണ്ടാവില്ല, ആ മീനെ കഴിക്കാൻ വേണ്ടിയിട്ട് വരികയെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അവിടെ അപ്പുറത്ത് ബോട്ടിൽ നിന്നിട്ട് നമ്മുടെ മീൻ പിടിക്കാൻ പോയ ആളുകളാവും വല കഴുകുന്നുണ്ട്. അവിടെ മോട്ടറൊക്കെ അടിച്ചിട്ടാണ് അവിടെ തന്നെ അവരെ മെഷീൻ വെച്ചിട്ട് മോട്ടർ അടിച്ച് വല കഴുകുകയാണ്. വല വൃത്തിയാക്കി അതിൽ കുറേ മീനുകളും പലതും കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ പോയത് വ്യാഴാഴ്ച ആയിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ജുമാ കാരണമൊക്കെ ലീവാവും. അപ്പോൾ അവർ എന്ത് ചെയ്യുക, റെഡിയാക്കിയിട്ട് ഇനി ശനിയാഴ്ച ഞായറാഴ്ച പോകുന്നുണ്ടാവും, എന്നാണെന്ന് അറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ എന്തായാലും ലീവായതുകൊണ്ടാണ് അവരൊക്കെ സൈഡാക്കിയിട്ടുള്ളത്. ബോട്ടൊക്കെ സൈഡാക്കിയിട്ടില്ല, ബോട്ട് ചട്ടിയിൽ. അപ്പോൾ ചില ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ലേറ്റ് ആയതാവും, കുറേ ബോട്ടുകൾ സൈഡാക്കി, കുറേ ബോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വൈകുന്നേരമായി, ഇരുടാവാറായി. എന്തായാലും ഇതാ അടിപൊളി സ്ഥലങ്ങളാട്ടോ. നമ്മൾ കാർമേഘങ്ങളൊക്കെ കറുത്തിരണ്ടിട്ടുണ്ട്. കാരണം ഒരു മഴക്കുള്ള കോളും കൂടി ഇതിൽ കാണുന്നുണ്ട് നമ്മൾ. എന്തായാലും ഇതാ പരുന്തുകൾ ഇതാ വീണ്ടും വട്ടമിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടയർ വെച്ചിട്ടുള്ള എന്തിനാന്നുള്ളത് മറ്റൊന്നുമല്ല, മറ്റേ ബോട്ടുകളുമായിട്ട് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ബോട്ടും ഈ ബോട്ടും തമ്മിൽ കൂട്ടി ഇടിച്ചിട്ട് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ബോട്ടിന് കേടുപാടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടയർ നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് അവിടെ പാത്രം കാണാം, ഒരു ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളാണ് ആ തൂക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്താൻ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് മീനൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഏരിയയാണ് കാണുന്നത്. നമ്പറൊക്കെ ഉണ്ട്, കുറേ തൂണുകളുണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. താങ്ക്